കേന്ദ്ര ബഡ്ജറ്റ് എല്ലാ വർഷത്തെയും പോലുള്ള ഒരു പ്രതീക്ഷ എനിക്കുള്ളായിരുന്നു കേന്ദ്ര ബഡ്ജറ്റിനെ സംബന്ധിച്ചിടത്തോളം. ഇവിടെ ബി.ജെ.പിക്ക് ഒരു അക്കൗണ്ട് കുറിക്കാൻ സുരേഷ് ഗോപിയിലൂടെ പറ്റി. അതായത് അർത്ഥത്തിൽ ബി.ജെ.പിയുടെ ഒരു കഴിവൊന്നുമല്ല, അത് സുരേഷ് ഗോപിയുടെ മാത്രം ആയിട്ടുള്ള വോട്ടാണ് അതിനകത്തൊക്കെ. അതെല്ലാ ആളുകളും അദ്ദേഹത്തിന് വോട്ട് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് അദ്ദേഹം ജയിച്ചത്. പക്ഷേ അങ്ങനെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റി എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് യഥാർത്ഥത്തിൽ കേരളത്തിന് എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടതായിരുന്നു കേട്ടോ. ശ്രീ സുരേഷ് ഗോപിയുടെ ഒരു വളരെ വലിയ ഒരു യഥാർത്ഥത്തിൽ പ്രഖ്യാപനവും അദ്ദേഹത്തിൻ്റെ ഉറപ്പെന്ന് പറയുന്നത് കേരളത്തിന് എയിംസ് കൊണ്ടുവരും എന്നുള്ളതാണ്. പക്ഷേ കേരളത്തെക്കുറിച്ചോ എയിംസിനെ കുറിച്ചോ യാതൊരു പരാമർശവും ഈ ബഡ്ജറ്റിൽ ഉണ്ടായില്ല എന്നുള്ളത് വളരെ ഖേദകരമാണ്. പിന്നെ യഥാർത്ഥത്തിൽ ഈ സർക്കാരിനെ താങ്ങി നിർത്തുന്നത്, അതായത് ഈ ബി.ജെ.പി ഗവൺമെൻറ്റിനെ താങ്ങി നിർത്തുന്ന, എൻ.ഡി.എയെ താങ്ങി നിർത്തുന്ന രണ്ട് വലിയ തൂണുകളാണ് ജെ.ഡി.യുവും അതുപോലെ തന്നെ ടി.ഡി.പിയും. ആ രണ്ട് സംസ്ഥാനങ്ങൾക്കും വാരിക്കോരി കൊടുത്തിട്ടുണ്ട് ഇഷ്ടമാതിരി. അതുകൊണ്ടാണ് ശ്രീ രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രസ്താവന, ഇത് കുർസി ബജാവോ ബഡ്ജറ്റാണ് എന്നുള്ളത്, കസേര സൂക്ഷിക്കാനുള്ള, നിലനിർത്താനുള്ള, താങ്ങി നിർത്താനുള്ള ഒരു ബഡ്ജറ്റാണ് എന്ന് അദ്ദേഹം പറയാനിടയായത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇത് കണ്ടാലും അറിയാം. ഇത്രത്തോളം രണ്ട് സംസ്ഥാനങ്ങൾക്ക്, ആ സംസ്ഥാനങ്ങളെ ഞാൻ മാറ്റി കാണിക്കുകയല്ല ചെയ്യുന്നത്, ആ രീതിയിൽ ഒരു വേർതിരിവോടുകൂടി കാണുക എന്ന് പറയുന്നത്, കുറച്ചൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്താൽ വേണ്ടിയില്ല, നമുക്ക് മനസ്സിലാവും, അല്പം കൂടുതൽ കൊടുക്കും. ഇതങ്ങനെയല്ല, മുഴുവൻ വാരിക്കോരി കൊടുത്തേക്കാണ്. കൊടുത്തിട്ട് ആ കസേര താങ്ങി നിർത്തണം. അതാണ് കസേര ബഡ്ജറ്റ് എന്ന് പറയുന്നത്. സംശയമൊന്നുമില്ലാത്ത കാര്യമാണ്. ഏതാണ്ട് ആ രീതിയിലേക്ക് പോയി കഴിഞ്ഞു. പിന്നെ ആദായ നികുതി കൊടുക്കുന്നവർക്ക്, ശമ്പളക്കാർക്ക് യഥാർത്ഥത്തിൽ കുറച്ച് നേട്ടമുണ്ട്, അല്പം നേട്ടമുണ്ട് ആയിട്ടുണ്ട്. കാരണം ബഡ്ജറ്റിൻ്റെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കൂട്ടി അല്പം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതായത് 50,000 രൂപയിൽ നിന്ന് 75,000 രൂപയാക്കി. അപ്പോൾ അതൊക്കെ വന്നപ്പോഴത്തേക്ക് കുറച്ച് ലാഭം ഈ നികുതിദായകർക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊഴിച്ചാൽ ബാക്കി ഞാൻ ഇതിനകത്ത് വേറെ ഒന്നും ഞാൻ നല്ല ഒരു നന്മയും ഞാൻ കാണുന്നില്ല. ഈ ബഡ്ജറ്റ് ഒരു ജിമ്മിക്ക് എന്നുള്ളതല്ലാതെ വേറെ ഒന്നും ഇതിനകത്ത് കാണാനില്ല. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഈ കേരളത്തോടുള്ള അവഗണന എന്ന് പറയുന്നത് ഏറ്റവും പ്രത്യക്ഷമായിട്ട് കണ്ടേക്കുന്ന ഒരു ബഡ്ജറ്റാണ്, ഒരു സംശയമില്ല. കേരളത്തിൻ്റെ അവഗണന എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ ഒരാവശ്യങ്ങളും ഇതിനകത്ത് ഒന്ന് നോക്കുകയോ അംഗീകരിക്കുകയോ ചെയ്തിട്ടില്ല. കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തെ കുറിച്ച് പോലും അതിനകത്ത് ഒരു മിണ്ടാട്ടമില്ല. ആ രീതിയിലേക്ക് പോയി കഴിഞ്ഞു. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ കേരളത്തിലോട് കാണിക്കുന്ന വലിയ അവഗണനയാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെത് എന്ന് നമുക്ക് പറയാം. ഫെഡറൽ തത്വങ്ങൾ പാലിക്കുമ്പോൾ, അതായത് പിന്നെ ഇവിടെ ചില കുഴപ്പങ്ങളുണ്ട്. ഇപ്പോൾ ഇവിടെ തന്നെ ചെയ്തു വെച്ചേക്കുന്ന പണി എന്നൊക്കെ പറഞ്ഞാൽ ഒരു IAS ഉദ്യോഗസ്ഥയെ പിടിച്ചിട്ട് ആ ഫോറിൻ അഫയേഴ്സിനകത്ത് ഇടപെടാനായിട്ട് കേട്ടോ. ആ കാര്യങ്ങൾ ഇവിടെ എന്തോ ഫോറിൻ അഫയേഴ്സ്, കേരളം ഇന്ത്യയുടെ ഭാഗമല്ലേ? ആദ്യം അത് മനസ്സിലാക്കണം. കേരളം എന്ന് പറയുന്നത് ഈ ഫെഡറൽ സംവിധാനത്തിൽ കേരളം ഒരു വെറും സംസ്ഥാനമാണ്. അവിടെ യൂണിയൻ ഗവൺമെന്റിനാണ് പ്രാമുഖ്യം ഉള്ളത്. ആ യൂണിയനകത്ത് വരുന്ന യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ് നമ്മുടെ രാജ്യം എന്ന് പറയുന്നത്. അത് ആദ്യം ഒന്ന് തിരിച്ചറിയണം. തിരിച്ചറിഞ്ഞിട്ട് വേണം ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്തു വെക്കുക. അവരെ പ്രകോപിപ്പിക്കുക എന്നുള്ളതല്ലാതെ ഇതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റിനെ പ്രകോപിപ്പിക്കുക എന്നുള്ളതല്ലാതെ ഇതുകൊണ്ട് യാതൊരു നേട്ടം ഉണ്ടാവുന്ന കാര്യമല്ല. ഇവിടെ ഒന്നും ചെയ്യാനൊക്കത്തില്ല. അതായത് ഫോറിൻ അഫയേഴ്സ് എന്ന് പറയുന്നത് പ്യുവർലി അത് സെൻട്രൽ സബ്ജക്റ്റാണ്. അതിനകത്ത് തൊടാനൊക്കത്തില്ല ഇവിടെ. പിന്നാണ് ഈ IAS ഉദ്യോഗസ്ഥരെ ഇതുപോലെ നിയമിച്ച് റെഡിയാക്കി വെക്കുന്നത്. ഇന്നത് ഫോറിൻ അഫയേഴ്സ് നോക്കാൻ. ഇപ്പോൾ എന്തോന്ന് ഫോറിൻ അഫയേഴ്സ് നോക്കാം, അതിനൊക്കെ അവിടെ ആളുകളുണ്ട്, അവർ നോക്കിക്കോളും. ആദ്യം ഇവിടുത്തെ ജനങ്ങളുടെ പട്ടിണി മാറ്റാനുള്ള കാര്യം ഇവിടെ നോക്കട്ടെ. അത് നോക്കാതിരുന്നാണ് ഇവരെ പ്രകോപിപ്പിച്ച് ഏതായാലും ഇവിടെ ഒന്നും കിട്ടാതില്ലാതായി. ഇവരെ വഴക്കുണ്ടായിക്കൊണ്ടിരിക്കുകയല്ലേ സ്ഥിരമായിട്ട്. ഇവരൊന്നും തരുന്നില്ല, കാണുന്നില്ല എന്ന് പറഞ്ഞ് കോടതി പോവുക, കേസ് കൊടുക്കുക. ഇതെല്ലാം ആയി അവസാനം എന്താണ്? ഓരോന്ന് കേസ് കൊടുത്ത് വായിച്ചോട്ടെന്ന് അവരങ്ങ് തീരുമാനിക്കുക. അപ്പോൾ ആ ഒരു വൈരനിര്യാതന ബുദ്ധിയോടുകൂടി യഥാർത്ഥത്തിൽ കേന്ദ്ര ഗവൺമെൻറ് കേരളത്തോട് പെരുമാറുന്നു എന്നുള്ളത് ഈ ബജറ്റിൽ നിന്ന് വളരെ വ്യക്തമാണ് കേട്ടോ. കാരണം ഇവരെ താങ്ങി നിർത്താൻ ഈ ഒരു സീറ്റ്, സുരേഷ് ഗോപിയുടെ ഒരു സീറ്റ് മതിയാവത്തില്ല. അതിന് വേണ്ടത് TDPയുടെയും JDUവിൻ്റെയാണ് ആവശ്യമുള്ളത്. അപ്പോൾ അവർക്ക് ഒന്നും സംസ്ഥാനത്തിൻ്റെ പ്രത്യേക പദവി ഇപ്പോൾ ഇനി മിണ്ടത്തില്ല അവർ. കാരണം എന്താണെന്ന് അറിയാം, അവിടെ ഇഷ്ടമാതിരി കൊടുത്തിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു നാട്ട് ഓരോ ഒരു സ്ഥലത്ത് ഇതേപോലെ വാരി കൊടുക്കാനുള്ളതാണോ നമ്മുടെ കേന്ദ്രത്തിൻ്റെ ധനമെന്ന് പറയുന്നത്? എല്ലാ സംസ്ഥാനങ്ങളുടെയും വിഹിതം അതിലില്ലേ? അപ്പോൾ ഒരു സംസ്ഥാനത്തിന് മാത്രമായിട്ട് അത്രത്തോളം കൊടുക്കുമ്പോൾ ഈ കേരളം പോലെ ഇവിടെ പട്ടിണി കിടക്കുന്ന മുഴുവൻ ഉപഭോക്തൃ സംസ്കാരം മാത്രമുള്ള ഈ സംസ്ഥാനത്ത്
എന്ത് ചെയ്യാനാണ്? ഇവിടെ തൊഴിലില്ലായ്മ വളരെ രൂക്ഷമാണ്, ഒന്നുമില്ല. അപ്പോൾ ജനങ്ങൾക്കൊന്നും കിട്ടത്തില്ല. പിന്നെ അതിനോടൊപ്പം എല്ലാ കാര്യങ്ങളിലും നമ്മൾ പിന്നോട്ടടിക്കുകയാണ്, അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടാണ് ഈ ഒരു വർഷത്തേക്കുള്ള ഇപ്പോൾ കിട്ടിയ ഈ അടി, വലിയ അടിയാണ്. ഒന്നും കിട്ടുന്നില്ല. അതാണ് ശരിക്ക് കിട്ടിയിട്ടുണ്ട് കേരളത്തിന് എന്ന് വേണം നമ്മൾ പറയാൻ. അന്ന് മാതൃഭൂമി പറഞ്ഞേക്കുന്നത് ശരിക്കും കിട്ടിയിട്ടുണ്ട്, കേരളത്തിന് ശരിക്കും കിട്ടി. അതാണ് വേണ്ടത്.